മക്കളെ, ഇന്നമ്മ എള്ളുകൊണ്ടുള്ള ഒരു ലഡ്ഡു ആയിട്ടാണ് വന്നേക്കുന്നത്. മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായി വളരാനും എല്ലിനും പല്ലിനും ഒക്കെ നല്ലതാണ്. 100 ഗ്രാം എള്ളും അത്രയും തന്നെ കപ്പലണ്ടിയും എടുത്തിട്ടുണ്ട്. ഒരു മുറി നാളികേരം ചെരുകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മധുരം കൂടി വേണമല്ലോ. അപ്പോൾ ചക്കരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ശർക്കരയല്ല. കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. മക്കളെ, കപ്പലണ്ടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നറിയാലോ. മസിലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ കപ്പലണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേയേറെ ഗുണങ്ങളുണ്ട്. അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നാൽ മതി. കപ്പലണ്ടി നന്നായി വറുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് എള്ള് വറുത്തെടുക്കണം കേട്ടോ. എള്ള് പാകമായി വരുമ്പോൾ നല്ല പോലെ പൊട്ടും എന്ന് പറഞ്ഞാൽ നല്ല പോലെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേൾക്കാം കേട്ടോ. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായി വളരാനും നല്ല ഗുണം ചെയ്യും കേട്ടോ ഈ എള്ള്. ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലുകൾക്കൊക്കെ നല്ല ബലം കിട്ടും. അപ്പോൾ നമ്മുടെ എള്ള് വറുത്ത് വന്നിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാം. ഇനി നാളികേരം നമുക്കൊന്ന് ഈർപ്പം വലിയിച്ചെടുക്കണം. ഒരുപാട് വറുത്ത് പോകരുത്, കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യണത്. എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം അളവിനുള്ളതാണ് കേട്ടോ ഇപ്പോൾ ചെയ്യണത്. കൂടുതൽ ഉണ്ടാക്കിയാൽ കപ്പലണ്ടിയിൽ പൂപ്പൽ വരും. അത് കാരണം കൊണ്ട് കുറേ നാൾ ഇരിക്കാൻ പറ്റില്ല. ഇതെല്ലാവർക്കും കഴിക്കാട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാട്ടത്. കപ്പലണ്ടിയും എള്ളും കൂടി പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഇത് രണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ചെറിയ ലഡുവിൻ്റെ പരുവത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് നമ്മൾക്ക് ദിവസം ഓരോന്ന് കഴിച്ചാൽ മതി കേട്ടോ. കപ്പലണ്ടിയും എള്ളും പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ഒന്ന് പൊടിച്ചെടുക്കാം. മധുരത്തിന് ആവശ്യമായ ചക്കര പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി പൊടിച്ച നാളികേരത്തിൻ്റെ കൂടെ ഈ ചക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. എള്ളും കപ്പലണ്ടിയും പൊടിച്ചതിലേക്ക് നാളികേരം ചക്കരയും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി കൈകൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ എള്ളിൻ്റെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. മുടി കൊഴിച്ചിലൊക്കെ കുറയാൻ ഇത് സഹായിക്കും. കുറച്ച് ദിവസം നിങ്ങൾ അടുപ്പിച്ച് കഴിക്കണം കേട്ടോ മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.